ശബരിമലയിലെ കാണാതായ ദ്വാരപാലക പീഠം കണ്ടെത്തി. സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയത്. പീഠം കാണാനില്ലെന്ന പരാതിയിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഗോകുൽനാഥ് നൽകും വിശദാംശങ്ങൾ. ഗോകുൽനാഥ്, സ്പോൺസർ പറഞ്ഞത് ഈ പീഠം എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം രണ്ടാമതൊരു പീഠം നിർമ്മിച്ചു നൽകിയിരുന്നു. 3 പവൻ വരുന്ന പീഠമാണ് നിർമ്മിച്ചു നൽകിയത്. പക്ഷേ ഇക്കാര്യത്തിൽ പിന്നീട് ഒരു വ്യക്തതയുണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇതിപ്പോൾ കണ്ടെത്തിയത് സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ അല്ലേ? ശ്രുതി, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ദ്വാരപാലക പ്രതിഷ്ഠയുടെ കീഴെയുള്ള ശില്പങ്ങളുടെ കീഴെയുള്ള പീഠങ്ങൾ കാണാതായി എന്നുള്ള തരത്തിലൊരു വാർത്ത വരികയും തുടർന്ന് അത് വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഈ സ്വർണ്ണ പീഠമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അന്ന് സ്പോൺസർ നമ്മളോടക്കം പ്രതികരിച്ചതിന്റെ വിവരങ്ങൾ മുൻപ് നമ്മൾ പലപ്പോഴായി പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എങ്ങനെയാണ് സ്വർണ്ണ പീഠം നഷ്ടപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തൂക്കത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു, അതുകൊണ്ട് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല, അതുകൊണ്ട് ഇത് സ്ട്രോങ് റൂമിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ സംശയമുണ്ട്. ഇത് എവിടെ പോയി തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ സംശയമുണ്ടെന്ന തരത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തതാണ്. എന്തായാലും അതേ തുടർന്ന് തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയിരുന്ന സ്വർണ്ണപ്പാളികൾ തിരിച്ച് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരാനുള്ളൊരു ഉത്തരവ് ഇടുകയും ഈ സ്വർണ്ണപ്പാളികൾക്ക് കീഴെ ഉണ്ടായിരുന്ന പീഠം എവിടെ പോയി എന്നുള്ളതിന് തരത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് ദേവസ്വം വിജിലൻസ് തന്നെ അന്വേഷിക്കണമെന്നും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തത്. അതേ തുടർന്നാണ് ഈ അന്വേഷണം മുൻപോട്ട് പോവുകയും ദേവസ്വം വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള സുനിൽകുമാർ അടക്കമുള്ളവരുടെ സംഘം ഇന്ന് ഇപ്പോൾ ഈ പീഠം കണ്ടെത്തിയിരിക്കുകയും ചെയ്തത്. ഇത് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ്, തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട് ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ സ്വർണ്ണ പീഠം കണ്ടെത്തിയെന്നുള്ളതാണ്. എന്തായാലും കോവിഡിന്റെ സമയത്ത് ഇത് ഇലക്ട്രോപ്ലേറ്റിനായിട്ട് വിധേയമാക്കുന്ന സമയത്ത് ഈ ബന്ധുവായിരുന്നു ഇതിനൊക്കെ തന്നെ കാർമ്മികത്വം വഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇവരെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഇപ്പോൾ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഈ വിജിലൻസ് അന്വേഷണ സംഘം ഈ സ്വർണ്ണ പീഠം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ കൃത്യമായ അളവുകളും കണക്കുകളും തൂക്കങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബെഞ്ചിന്റെ കീഴിൽ പെടുന്ന കാര്യങ്ങളാണ്. എന്തായാലും ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിടുകയും ആ ഉത്തരവിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുകയും തുടർന്ന് ബന്ധുവീട്ടിൽ നിന്ന് തന്നെ ഈ കാണാതായി എന്ന് പറയുന്ന സാധന സാമഗ്രികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. പീഠത്തിന്റെ തൂക്കത്തിലൊക്കെ വ്യത്യാസമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ച് വരികയാണ്. ദേവസ്വം ബെഞ്ചിന് വൈകാതെ തന്നെ ഈ വിഷയങ്ങളിലൊരു പൂർണ്ണ രൂപത്തിലുള്ളൊരു റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അതേ എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വ്യത്യസ്തത കാര്യങ്ങളാണ് നിലവിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പൊരുത്തക്കേട് ഈ വിഷയങ്ങളുണ്ട്. കാരണം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സമയത്താണ് ഇത്തരത്തിലൊരു വിവാദം വരികയും ദേവസ്വം ബോർഡിനെ തന്നെ പൂർണ്ണമായിട്ടും കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുള്ളതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടെ ഈ വിഷയത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ ദേവസ്വം ബെഞ്ചിന് ഇത്തരത്തിൽ വിജിലൻസ് ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറും. ശ്രുതി, ഗോകുൽ, ഈ പീഠം നൽകിയത് ഈ കോവിഡ് നിയന്ത്രണമുള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ഭക്തരെ ഏൽപ്പിച്ചു എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത്. അപ്പോൾ അവരെ ഏൽപ്പിച്ചതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ് അന്ന് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോഴും പറയുകയുണ്ടായത്. ഇതിൽ ഒരു പൂർണ്ണമായിട്ടും നമുക്കിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകുന്നു. ആ വാക്കുകളിലൊക്കെ ഒരു പൊരുത്തക്കേട് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്ന രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും ഇത് ഈ കോവിഡിന്റെ സമയത്താണ് ഇത് ഇലക്ട്രോപ്ലേറ്റിന് വിധേയമാക്കുകയും തുടർന്ന് ഇത്തരത്തിൽ പീഠത്തിന് താഴെ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ 2 പ്രതിഷ്ഠയോട് ചേർന്ന് ഇരുവശത്തുകളുമായി സ്ഥാപിച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങൾക്ക് താഴെയായി ഒരു പീഠം കൂടെ ഉണ്ടായിരുന്നു. സ്വർണ്ണപ്പാളികളെ താങ്ങി നിർത്തുന്ന ഒരു പീഠമാണ് ഉണ്ടായിരുന്നത്. ഈ താങ്ങി നിർത്തുന്ന പീഠങ്ങൾക്ക് രണ്ടിനും 2 തരത്തിലുള്ള ഭാരമായതിനാൽ തന്നെ ഇതിൽ അളവ് തൂക്കങ്ങളിൽ വ്യത്യാസമുള്ളതുകൊണ്ട് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് വീണ്ടും ഈ കാര്യങ്ങൾ വിവാദങ്ങളിലേക്ക് പോകുകയും ഈ സ്വർണ്ണപീഠം എവിടെയാണെന്ന് അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ തന്നെ ദേവസ്വം ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തത്. തുടർന്നാണ് ഇത് വിജിലൻസിനെ ഈ വിഷയങ്ങളിലേക്ക് ചുമതലപ്പെടുത്തുകയും അന്വേഷണം മുൻപോട്ട് നടക്കുകയും ചെയ്തത്. ഇത് എവിടെ പോയി? സ്വർണ്ണപീഠങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തിരുവാഭരണ കമ്മീഷനുണ്ട്, അതുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ നിരവധിയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്വർണ്ണപ്പാളി ഇളക്കിയപ്പോൾ പോലും ദേവസ്വം കമ്മീഷണർ അറിയാതെ ഇളക്കി മാറ്റിയെന്നുള്ളതാണ് അവിടെ വിവാദമുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായ കസ്റ്റോഡിയൻസ് ഈ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തിരുവിതാംകൂർ
തിരുവിതാംകൂർ ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ അന്വേഷണ കമ്മീഷനിലൊക്കെ ഉള്ള സമയത്ത് ഇത്തരത്തിൽ പീഠം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിലായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത്. എന്തായാലും അന്ന് കോവിഡിന്റെ കാലത്ത് ഇളക്കിക്കൊണ്ട് പോയ പീഠമാണ് ഇപ്പോൾ കണ്ടെത്തിയെന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതും ബന്ധുവീട്ടിൽ നിന്ന് തന്നെ, തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കോവിഡിന്റെ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്താനും ശബരിമലയിലേക്ക് എത്താനും ഒരു ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. എന്തായാലും അന്ന് തന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്പോൺസർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പീഠങ്ങളടക്കം ഇളക്കി മാറ്റാനോ, അല്ലെങ്കിൽ സ്പോൺസറും അതുപോലെ തന്നെ ദേവസ്വം ബെഞ്ചിന്റെ അധ്യക്ഷതയിൽ ആരെങ്കിലും, അതേപോലെ തന്നെ വിജിലൻസ് ഡയറക്ടർ അടക്കമുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ സ്വർണ്ണ പാളികളോ അല്ലെങ്കിൽ സ്വർണ്ണ പണികളോ ശബരിമലയിൽ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇളക്കി മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് ദേവസ്വം കമ്മീഷണറും അടക്കമുള്ള ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ആ സമയത്ത് അത്തരത്തിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സ്പോൺസർക്ക് പകരമായി മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ബന്ധുവിനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചിരുന്നത്. ഇതേ ബന്ധുവിന്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഈ സ്വർണ്ണ പീഠം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു അല്പനിമിഷം മുൻപാണ് ഇത് കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലേക്ക് തന്നെ വളരെ വേഗത്തിൽ തന്നെ ദേവസ്വം വിജിലൻസ് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത കാര്യങ്ങളിൽ വന്നിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ചിരിക്കുന്ന ചില ആരോപണങ്ങൾ, ആ സമയത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു, ഈ ബന്ധുവിന്റെ വീട്ടിലാണ് ഈ പീഠം ഉള്ളതെന്നുള്ള കാര്യം വ്യക്തമാണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഒരു അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോകുൽ, വിജിലൻസ് അന്വേഷിക്കട്ടെ, എന്തായാലും ഒരു വ്യക്തത വരട്ടെ എന്നതായിരുന്നു സ്പോൺസർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഇതിലേക്ക് ഒരു സംശയം നീളുന്നത്? ബന്ധുവിന്റെ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്താവുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ അവരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നതെന്ന് മനസ്സിലാക്കിയെടുത്ത് നിന്ന് അന്വേഷണം നടത്തുന്നു, അവിടെ കണ്ടെത്തുന്നു ഈ പീഠം തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു, അല്ലേ? ശ്രുതി, തീർച്ചയായും ഈ സ്പോൺസർക്ക് വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്പോൺസർ മറ്റാരെങ്കിലും ചുമതലപ്പെടുത്തിയാൽ ഈ ചുമതലപ്പെടുത്തിയ ആളുടെ അധീനതയിലായിരിക്കും ഈ കാര്യങ്ങൾ, പണികൾ മുൻപോട്ട് പോവുക, അല്ലെങ്കിൽ അത് ഇളക്കുന്നതടക്കമുള്ള പണികൾ മുൻപോട്ട് പോവുക. അപ്പോൾ ഈ സമയത്ത് ആകെ ഉണ്ടായിരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ബന്ധുവായിരുന്നു അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ആ ആളുടെ അധ്യക്ഷതയിലായിരുന്നു, അല്ലെങ്കിൽ അധീനതയിലായിരുന്നു ഈ പണികൾ പുരോഗമിച്ചിരുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഇളക്കുന്നതും അതേപോലെ തന്നെ പണികൾക്കായി കൊണ്ടുവരുന്നതിന്റെ പ്രൊസീജിയർ അടക്കം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതേപോലെ തന്നെ കമ്മീഷണർ